ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ സ്റ്റഡീസ് പാർട്ട് 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് അനാലിസിസ് ആണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. The Sunuli border is a famous transit point between India and Dash. Sunuli border ആണ് ഇതിനെ കുറിച്ചാണ് ചോദിച്ചത്. സുനൂലി ബോർഡർ ഈസ് ദ പോയിന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? നേപ്പാളുമായിട്ടുള്ള ബോർഡറാണ് സുനൂലി ബോർഡർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഓപ്ഷനിൽ കിടക്കുന്നതാണ് ഭൂട്ടാൻ, പാകിസ്ഥാൻ, മ്യാൻമാർ. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, നേപ്പാളിനെ പറ്റി പറയുമ്പോൾ നേപ്പാളിലാണ് പശുപതിനാഥ് ടെമ്പിൾ ഉള്ളത്. പശുപതിനാഥ് ടെമ്പിൾ നേപ്പാളിലുള്ളത്. അതേപോലെ നേപ്പാളിൻ്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു. കാഠ്മണ്ഡുവിലാണ് ഏതുള്ളത്? സാർക്ക് ഉള്ളത്. സാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കാഠ്മണ്ഡു ആണ്. സാർക്ക് ഫോം ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണ്? 1985 സാർക്ക് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ് ഇന്ദ്രാജാത്ര നേപ്പാളിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവലാണ്. കാർത്തിക് പൂർണിമ എന്നുള്ളതും നേപ്പാളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. പിന്നെ നാഷണലിനെ പറ്റി പറയുമ്പോൾ, നാഷണൽ സിംബൽസിനെ പറ്റി പറയുമ്പോൾ നാഷണൽ ബേർഡാണ് മൊണാലാണ് നേപ്പാളിൻ്റെ നാഷണൽ ബേർഡായിട്ടുള്ളത്. നാഷണൽ ആനിമൽ എന്താ നേപ്പാളിൻ്റെ നാഷണൽ ആനിമൽ കൗവാണ്. പശുവാണ് നാഷണൽ ആനിമലായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് നാഷണൽ ഗെയിം ഓഫ് നേപ്പാൾ ഏതാ? നാഷണൽ ഗെയിം ദണ്ഡി ബയോ ആണ് നാഷണൽ ഗെയിമും നാഷണൽ സ്പോർട്സും മാറിപ്പോരുത്. നാഷണൽ ഗെയിം എന്താണ്? ദണ്ഡി ബയോ ആണ്. നാഷണൽ സ്പോർട്സ് ആണ് വോളിബോൾ കേട്ടോ. നാഷണൽ സ്പോർട്സ് ആണ് വോളിബോൾ. ഓക്കെ, അപ്പോൾ നേപ്പാൾ നമ്മൾ കഴിഞ്ഞു. നേപ്പാളിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പശുപതിനാഥ് ടെമ്പിൾ എവിടെയാണ്? നേപ്പാളിലാണ്. അതേപോലെ സാർക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാഠ്മണ്ഡു ആണ്. സാർക്ക് ഫോം ചെയ്ത വർഷം ഏതാണ്? 1985 സാർക്ക് കൺട്രീസസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഓപ്ഷനിൽ പുട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ നാഷണൽ ബേർഡ് മൊണൽ, ആനിമൽ കൗ, ഗെയിം ദണ്ഡി ബയോ, നാഷണൽ സ്പോർട്സ് ചോദിക്കുകയാണെങ്കിൽ വോളിബോളാണ്. ഇനി അടുത്തത് ഭൂട്ടാനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭൂട്ടാനിന് ഇൻഡിപെൻഡൻറ്റ് കിട്ടുന്ന എപ്പോഴാണ്? ഭൂട്ടാനിന് ഇൻഡിപെൻഡൻറ്റ് കിട്ടുന്ന 1947 ഇൻഡിപെൻഡൻറ്റ് കിട്ടുന്നത്. തിംഫു ആണ് അതിൻ്റെ തലസ്ഥാനം. തിംഫു ആണ് ഭൂട്ടാൻ്റെ തലസ്ഥാനം. ഭൂട്ടാൻ്റെ പ്രത്യേകത, നമുക്കൊക്കെ GDP സിസ്റ്റം അല്ലേ? GDP സിസ്റ്റമാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷെ ഭൂട്ടാൻ്റെ പ്രത്യേകത കാരണം അവിടെ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ഭൂട്ടാനിലുള്ളത്. ഓക്കെ, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് അഡോപ്റ്റ് ചെയ്ത വർഷം ഏതാണ്? 1972 ഇത് ക്വസ്റ്റ്യൻ സെൻട്രൽ എക്സാംസസ് ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടുണ്ടാവും. ഇതേമാതിരത്തെ ഒരു ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഉള്ളതാണ്. ആരാണ് കൊണ്ടുവന്നത്? കിങ് ജിഗ്മി സിംഗെ ആണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നേപ്പാളിലെ കേന്ദ്ര ഗവൺമെൻറ് എക്സാമുകൾക്കും റെയിൽവേകൾക്കും SSC മാരത്തെ എക്സാമുകൾക്കും ചോദിക്കുന്ന സാധനമാണിത്. ഓക്കെ, ഡ്രസ്സ് ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള? ഡ്രസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സിനാണ് കീര എന്ന് പറയും. കീര എന്ന് പറയുന്നത് വുമൺസിനുള്ള ഡ്രസ്സാണ് ഭൂട്ടാനിലുള്ള. ഘോ എന്ന് പറയുന്നത് മെൻസിൻ്റെ ഡ്രസ്സിനാണ്. മെന്നിൻ്റെ ഡ്രസ്സസിനാണ് ഘോ എന്ന് പറയുന്നത്. പിന്നെ നേപ്പാളിൻ്റെ ലാംഗ്വേജ് ഏതാ? ലാംഗ്വേജ് ഇതാണ്, ദംഗോങ്ക എന്നുള്ളതാണ്. ഓക്കെ, ദംഗോങ്ക. ഇനി നേപ്പാളിനെ പറ്റി ഭൂട്ടാനെ പറ്റി പറയുമ്പോൾ വേറെയും കുറേ കാര്യങ്ങളുണ്ട്.
നാഷണൽ പറയുകയാണെങ്കിൽ ഭൂട്ടാൻ്റെ നാഷണൽ കറൻസി ഏതാണ്? കറൻസി എന്ന് പറയുന്നത് നോസ്ട്രമാണ്. ഭൂട്ടാൻ്റെ കറൻസി എന്ന് പറയുന്നത് നോസ്ട്രം എന്ന് പറയുന്നതാണ് ഭൂട്ടാൻ്റെ കറൻസി. ട്രീ ഏതാണ്? നാഷണൽ ട്രീ ഓഫ് നേപ്പാൾ സൈപ്രസ് ആണ്. സൈപ്രസ് ആണ്, അഥവാ സൈപ്രസ് ആണ് ഹിമാലയൻ സൈപ്രസ് ആണ് ഭൂട്ടാൻ്റെ നാഷണൽ ട്രീ. നാഷണൽ ബേർഡ് ആരാ? റാവനാണ് ഭൂട്ടാൻ്റെ നാഷണൽ ബേർഡ്. റാവണാണ്. നാഷണൽ ഫ്ലവർ എന്താ? മെക്കോണോപിസിസ് ആണ്. നാഷണൽ ഗെയിം ഏതാണ്? ഇതിൻ്റെ ഭൂട്ടാൻ്റെ നാഷണൽ ഗെയിം ഏതാണ്? ആർച്ചറി ആണ് ഭൂട്ടാൻ്റെ നാഷണൽ ഗെയിംസ്. ഒന്നുകൂടി നമുക്ക് നോക്കാം ഭൂട്ടാനെ പറ്റിയിട്ടുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, ഫാക്ട്സസ് ആണ്. കേന്ദ്ര ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് PSCകൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സംഭവമാണ്. ഓക്കെ. ഭൂട്ടാൻ്റെ ക്യാപിറ്റൽ ഏതാ? തിംഫു. ഭൂട്ടാനിലുള്ള വേറെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊക്കെ GDP സിസ്റ്റമാണ്. ഭൂട്ടാനിൽ ഏതാണ്? ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ഭൂട്ടാനിലുള്ളത്. അതേപോലെ തന്നെ 1972 ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. പിന്നെ ഭൂട്ടാനിൻ്റെ ഡ്രസ്സുകളെ പറ്റി പറയുമ്പോൾ കീര എന്ന് പറയുന്നത് ഫീമെയിൽസ് ഉപയോഗിക്കുന്ന ഡ്രസ്സിനാണ് കീര എന്ന് പറയുന്നത്. അതേപോലെ ഘോ എന്ന് പറയുന്നത് ഏതാണ്? മെന്നിൻ്റെ കേസസിലുള്ളതാണ്. പിന്നെ ലാംഗ്വേജ് ദംഗോങ്ക എന്നുള്ളതാണ്. ഇത് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ അറിയില്ല. ഓക്കെ. നാഷണൽ കേസസിൽ പറയുമ്പോൾ നാഷണൽ ട്രീ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് സൈപ്രസ് ആണ് നാഷണൽ ട്രീ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബേർഡ് റാവൺ. അതേപോലെ തന്നെ ചൈനയുടെ അതേമാതിരി ഒരു നാഷണൽ ബേർഡ് ഉണ്ട്. ആ ബേർഡ് ഏതാണെന്നുള്ളത് കമൻറ്റിൽ ഇടുക. ഓക്കെ. അതേപോലെ ഫ്ലവർ മിക്കോണോപോപ്പിസിസ്. അതേപോലെ തന്നെ കറൻസി ഏതാണ്? നോസ്ട്രമാണ് കറൻസി. ഗെയിം ആർച്ചറി ആണ്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഏതാണ്? പാകിസ്ഥാനെ പറ്റിയിട്ടാണ്. പാകിസ്ഥാൻ നമ്മളെ അയൽരാജ്യമാണ്. പാകിസ്ഥാനെ പറ്റി കുറച്ച് ഫാക്ട്സസ് ആണ്. ഓക്കെ. പാകിസ്ഥാൻ്റെ നാഷണൽ ആനിമൽ ഏതാ? മർഖോർ ആണ് നാഷണൽ ആനിമൽ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ നാഷണൽ ഫ്ലവർ ഏതാണ്? ജാസ്മിൻ ആണ് നാഷണൽ ഫ്ലവർ ഏതാണ്? ജാസ്മിൻ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഏതാ? ട്രീ ഏതാണ്? നാഷണൽ ട്രീ ഓഫ് പാകിസ്ഥാൻ സിഡാർ ആണ് നാഷണൽ ട്രീ ഓഫ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത്. നാഷണൽ ട്രീ ഓഫ് പാകിസ്ഥാൻ സിഡാർ. നാഷണൽ ഫ്രൂട്ട് ഓഫ് പാകിസ്ഥാൻ ഏതാ? മാംഗോ ആണ്. നമ്മുടെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒരേമാതിരി തന്നെയാണ്. ഓക്കെ. മാംഗോ ആണ് നാഷണൽ ഫ്രൂട്ട് ഓഫ് പാകിസ്ഥാൻ. പിന്നെ നാഷണൽ ഗെയിം ഓഫ് പാകിസ്ഥാൻ ഏതാ? ഹോക്കിയാണ് നാഷണൽ ഗെയിം ഓഫ് പാകിസ്ഥാൻ. ഹയസ്റ്റ് പീക്ക് ഓഫ് പാകിസ്ഥാൻ ഏതാ? K2 എന്ന് പറയുന്നത് ശരിക്കും പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അതിപ്പോൾ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് കൺഫ്യൂഷനാണ്. അഥവാ K2 ഓപ്ഷൻ ഇല്ലെങ്കിൽ നാഗാ പർവ്വതമാണ് ഏറ്റവും വലുത്. ഓക്കെ. നാഗാ പർവ്വതമാണ് ഏറ്റവും വലുത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ വർഷമോ അങ്ങ് ഉണ്ടാക്കിയ ഒരു കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് സാധനമാണ് നാഷണൽ ഡ്രിങ്ക് ഓഫ് പാകിസ്ഥാനായിട്ട് എന്താ? ഷുഗർ കെയിൻ ജ്യൂസാണ് നാഷണൽ ഡ്രിങ്ക് ഓഫ് പാകിസ്ഥാനാക്കി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ നാഷണൽ ബേർഡ് ഓഫ് പാകിസ്ഥാൻ ഏതാ? ചുക്കറാണ്. നാഷണൽ ബേർഡ് ഓഫ് പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാനിലെ ലോങ്സ്റ്റ് സർവിങ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നവാസ് ഷെരീഫാണ് കേട്ടോ. ലോങ്സ്റ്റ് സർവിങ് പ്രൈം മിനിസ്റ്റർ. അതൊന്നും ഇനി ഇപ്പോൾ ചോദിക്കില്ല, അതൊക്കെ കഴിഞ്ഞ കാലത്തെ. ഈ സംഭവങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ. പാകിസ്ഥാൻ്റെ നാഷണൽ ആനിമൽ ഏതാണ്? മർഖർ എന്ന് പറയും. നാഷണൽ ഫ്ലവർ മുല്ല അഥവാ
ജാസ്മിൻ ആണ്. ട്രീ സിഡാർ, ഫ്രൂട്ട് മാംഗോ. ഇതിൽ ഗെയിമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഗെയിം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഗെയിം ഓഫ് പാകിസ്ഥാൻ. നാഷണൽ ഗെയിം ഓഫ് പാകിസ്ഥാൻ ഏതാണ്? ഹോക്കിയാണ്. ഹയസ്റ്റ് പീക്ക് K2 അല്ലെങ്കിൽ നാഗ പർവ്വത്. ഷുഗർ കെയിൻ ആണ് അവിടുത്തെ നാഷണൽ ഡ്രിങ്ക് ആയിട്ടുള്ളത്. ബേർഡ് ചുക്കറാണ്. ചുക്കറാണ് നാഷണൽ ബേർഡ്. ഓക്കെ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യാൻമറിനെ പറ്റിയാണ്. മ്യാൻമറിന്റെ ക്യാപിറ്റൽ ഏതാ? നൈപൊഡോ ആണ് ക്യാപിറ്റൽ. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇൻഡിപെൻഡൻറ്റ് കിട്ടിയിരിക്കുന്ന രാജ്യമാണ് മ്യാൻമാർ. ജപ്പാൻ്റെ ഇതുണ്ടായിരുന്നു, അധിനിവേശം കൂടി ഉണ്ടായിരുന്നു ഇതിൽ. 4 ജനുവരി 1948 മ്യാൻമാറിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. മ്യാൻമാറിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്നിട്ടാണ് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ഈ മ്യാൻമാറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 2 വാഴ്സസ് ഉണ്ട്. അത് ഫ്യൂച്ചർ ലെക്ചേഴ്സിൽ വരും. ഏതാണ്? ബാറ്റിൽ ഓഫ് കൊഹിമ ആൻഡ് ബാറ്റിൽ ഓഫ് ഇംഫൽ എന്ന് പറഞ്ഞ 2 വാറുകളുണ്ട്. അത് നമ്മളെ ബോർഡർ ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നടന്ന ഒരു ജപ്പാനീസ് വേഴ്സസ് ബ്രിട്ടീഷ് ഫൈറ്റാണ്. അങ്ങനൊരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. ജപ്പാൻ ബാറ്റിൽ ഓഫ് കൊഹിമ ആൻഡ് ബാറ്റിൽ ഓഫ് ഇംഫൽ എന്ന് പറയുന്നത്. ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മ്യാൻമറിലേക്ക് വരാം. മ്യാൻമറിൻ്റെ ക്യാപിറ്റലാണ് നൈപൊഡോ. കറൻസി കെയ്റ്റ് ആണ് മ്യാൻമറിൻ്റെ കറൻസി. എന്ന് പറയുന്നത്. ഈ നാഷണൽ കേസസിലേക്ക് വരുമ്പോൾ, നാഷണൽ സിംബൽസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഏതാ? ട്രീയും ഫ്ലവറും ഒന്നാണ്. ഏതാണ്? പെഡോക്ക് എന്ന് പറയുന്ന ഫ്ലവറാണ്. ഫ്ലവർ ആൻഡ് ട്രീ ആണ് നാഷണൽ സിംബൽസ് എന്ന് പറയുന്നത്. നാഷണൽ സിംബൽസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ട്രീ ആയിട്ടുള്ള, ഫ്ലവർ ആയിട്ടുള്ള, പെഡൂക്ക് എന്നുള്ളതാണ്. നേപ്പാളിൻ്റെ വേറെ ഗെയിംസസ് നോക്കുകയാണെങ്കിൽ അതിനാണ് കെയിൻ ബോൾ എന്ന് പറയും. കെയിൻ ബോൾ അല്ലെങ്കിൽ ചില്ലോങ് എന്ന് പറയും. നാഷണൽ ഗെയിംസ് ഓഫ് നേപ്പാൾ ഏതാണ്? ചിങ്ലോങ് അല്ലെങ്കിൽ കെയിൻ ബോൾ എന്നുള്ളതാണ്. കെയിൻ ബോൾ എത്ര ആൾക്കാരാണ് കളിക്കുക? 6 ആൾക്കാരായിട്ടാണ് കളിക്കുന്നത്. നാഷണൽ ആനിമൽ ഏതാണ്? മ്യാൻമറിൻ്റെ നാഷണൽ ആനിമൽ എന്താ? ഗ്രീൻ പീ ഫൗളാണ് മ്യാൻമറിൻ്റെ നാഷണൽ ആനിമൽ ആയിട്ടുള്ളത്. ഗ്രീൻ പീ ഫൗളാണ്. നാഷണൽ ബേർഡ് ഏതാണ്? നാഷണൽ ബേർഡ് പീകോക്കാണ് നാഷണൽ ബേർഡ്. മ്യാൻമറിനെ പറ്റി ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. 4 ജനുവരി 1948 ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. നൈപൊഡോ ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ. അതേപോലെ കറൻസി കെയ്റ്റ് ആണ് കറൻസി എന്ന് പറയുന്നത്. ട്രീ ഏതാ? പഡോക്ക് ആണ്. ഫ്ലവറും പഡോക്കാണ്. നാഷണൽ ഫ്ലവർ ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിരിക്കുന്നതും പഡോക്കാണ്. നാഷണൽ ഗെയിമാണ് ചില്ലോങ് അല്ലെങ്കിൽ കെയിൻ ബോൾ എന്ന് പറയും. ചില്ലോങ് ആൻഡ് കെയിൻ ബോൾ ഏതാണ് ഓപ്ഷനിലുള്ളത് അതിനനുസരിച്ച് കൊടുക്കുക. 6 persons ആണ്. 6 persons അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നാഷണൽ ഗെയിമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. 6 person ജസ്റ്റ് എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആനിമൽ ഏതാണ്? പീ ഫൗളാണ് നേപ്പാളിൻ്റെ ആനിമലായിട്ട് വന്നിരിക്കുന്നത്. ബേർഡ് ഏതാണ്? നമ്മുടെ ഇന്ത്യൻ്റെ ആ സാധനം തന്നെ, പീകോക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നേപ്പാൾ ഷെയർ ചെയ്യുന്ന ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ എത്ര എണ്ണമാണ് എന്നുള്ളത് കമൻറ്റിൽ പുട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ദെയർ പാർട്ട്. ഏതാണ് അതിൻ്റെ ആൻസർ? ഏതാണ് ഇൻറ്റേർണൽ പാർട്ടുമായിട്ടുള്ള സ്റ്റഡീസാണ്? അനാട്ടമിയാണ് നമ്മൾ ഇൻറ്റേർണൽ. ഇപ്പോൾ ഒരു ബോഡി ഉണ്ടെങ്കിൽ ബോഡി മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് അനാട്ടമി. ക്രോണോബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ക്രോണോബയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബയോളജിക്കൽ ഇവൻറ്റ്സ് ആണ്.
ക്രോണോബയോളജി പറഞ്ഞാൽ ക്രോണോളോളജി എന്ന് പറഞ്ഞാൽ എന്താ, ടൈമിനനുസരിച്ച് അറേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ബയോളജിക്കൽ ഇവൻറ്റിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖേനെ വിളിക്കുന്ന പേരാണ് ക്രോണോബയോളജി എന്ന്. ക്രോണോബയോളജി എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ക്രോണോബയോളജി എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തതാണ് ഇക്കോളജി. ഇക്കോളജി പറഞ്ഞാൽ എന്താ, ജന്തുക്കൾ തമ്മിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇൻട്രാക്ഷനെ പറ്റി പഠിക്കുന്നതാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ഇക്കോളജി എന്ന് പറയുന്നത് ജന്തുക്കൾ തമ്മിൽ, അഥവാ സ്റ്റഡി ഓഫ് ഓർഗാനിസം ആൻഡ് ഹൗ ഇൻട്രാക്ട് വിത്ത് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളെയാണ് ഇക്കോളജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇക്കോളജി ആരാ? യൂജൻ ഓഡം. യൂജൻ ഓഡമാണ് ഫാദർ ഓഫ് ഇക്കോളജി എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റം എന്ന് പറയുന്നതിനെ കോയിൻ ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണ്? 1930 കോയിൻ ചെയ്തിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, 1930 ഇക്കോസിസ്റ്റം എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത്. സർ ആർത്തൂർ ടൻസ്ലേ ആണ്. ആർത്തൂർ ടൻസ്ലേ ആണ് ഇത് കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോയിൻ ചെയ്തിരിക്കുന്നത് ആർത്തൂർ ടൻസ്ലേ 1930 UNEP-ൻ്റെ ഒക്കെ കണ്ടീഷൻ വരുന്നത് ഇതിൻ്റെയൊക്കെയാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് മൈക്കോളജി. മൈക്കോളജി പറഞ്ഞാൽ എന്താ? മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗസ്. ഫംഗസിനെ പറ്റി പഠിക്കുന്നതാണ് മൈക്കോളജി എന്ന് പറയുന്നത്. മൈക്കോളജി. അപ്പോൾ ആൽഗേനെ പറ്റിയിട്ടുള്ള പഠിക്കുന്ന ശാഖയ്ക്ക് പറയുന്ന പേരെന്താണ്? പുട്ട് ഇൻ കമൻറ്റ്. ഓക്കെ, ആൽഗേനെ പറ്റി പഠിക്കുന്നതാണ് മൈക്കോളജി. അനാട്ടമി നമ്മളെ ക്വസ്റ്റ്യനിലുള്ള സാധനം. അത് പറഞ്ഞാൽ നമ്മളെ ബോഡിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഹൃദയത്തിനെ പറ്റി പഠിക്കുകയാണ്. അതേപോലെ എന്താണ് അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്ന ശാഖയാണ് അനാട്ടമി. ഫാദർ ഓഫ് അനാട്ടമി ആരാ? ആൻഡ്രേ വില്ലേസ് ആണ്. ആൻഡ്രേ വില്ലേസ് ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. സ്റ്റഡി ഓഫ് ബയോളജിക്കൽ ഇവൻറ്റിനെ പറയുന്നതാണ് ക്രോണോളജി. ക്രോണോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബയോളജിക്കൽ ഇവൻറ്റിനെ പറ്റിയിട്ടുള്ളതാണ്. ഇക്കോളജി എന്ന് പറഞ്ഞാൽ ജന്തുക്കൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇൻ എൻവയോൺമെൻറ്റിനെ പറ്റി പറയുന്നതാണ്. അതേപോലെ മൈക്കോളജി പറഞ്ഞാൽ ഫംഗസിനെ പറ്റി പഠിക്കുന്നതാണ്. അനാട്ടമി പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ബോഡി, അഥവാ സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെ പറ്റി പഠിക്കുന്നതാണ് അനാട്ടമി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഛത്തീസ്ഗഡ് ബോർഡർ ഷെയർ ചെയ്യാത്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. UP ഷെയർ ചെയ്യുന്നുണ്ട്, മധ്യപ്രദേശ് ഷെയർ ചെയ്യുന്നുണ്ട്, തെലുങ്കാന ഷെയർ ചെയ്യുന്നുണ്ട്, ഏതാണ് വെസ്റ്റ് ബംഗാൾ ഷെയർ ചെയ്യുന്നില്ല എന്നാണ്. ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം നോക്കാം. UP-യിൽ എത്ര സീറ്റ് ഉണ്ട്? UP എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ എത്ര സീറ്റ്സസ് ഉണ്ട്? ലോക്സഭ 80 സീറ്റുകളാണ് ലോക്സഭ ഉള്ളത്. രാജ്യസഭ എന്ന് പറയുന്നത് ഇതിൽ എത്ര സീറ്റ്സസ് ഉണ്ട്? രാജ്യസഭ സീറ്റ്സസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 31 രാജ്യസഭാ സീറ്റ്സസ് ഉണ്ട്. ഇനി ബോർഡർ സ്റ്റേറ്റ്സസ് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഏതൊക്കെയാണ്? നേപ്പാൾ ഉണ്ട്, ഹിമാചൽ പ്രദേശ് ഉണ്ട്, ഹരിയാന ഉണ്ട്, ഡൽഹി ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഉണ്ട്, ബീഹാർ, ജാർഖണ്ഡ് ഉണ്ട്, അതേപോലെ ഛത്തീസ്ഗഡ് എന്നിവരാണ്. ഓക്കെ, ബോർഡർ സ്റ്റേറ്റ്സസ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഏതാണ്? ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, അതേപോലെ ഛത്തീസ്ഗഡ്. ഇനി ഇതിലൊക്കെ ലോക്സഭ രാജ്യസഭ സീറ്റ്സസ് നോക്കാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ലോക്സഭ രാജ്യസഭ സീറ്റ്സസ് നോക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഏതായിരുന്നു? UP-യിലെ ബൗണ്ടറി സ്റ്റേറ്റ്സസിനെ പറ്റിയിട്ടാണ്. ഇനി ബൗണ്ടറി സ്റ്റേറ്റ്സസിലെ ലോക്സഭ രാജ്യസഭ സീറ്റ്സസിനെ പറ്റിയിട്ടാണ് ഇനിയുള്ള ഡിസ്കഷൻ. ഓക്കെ, ആദ്യം ഹരിയാനയിലെ ലോക്സഭ സീറ്റ്സസ് എത്ര എണ്ണമാണ്?
10 ലോക്സഭാ സീറ്റ്സ് ആണ് ഹരിയാനയിൽ ഉള്ളത്. ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹരിയാനയിൽ എത്ര സീറ്റ്സ് ഉണ്ട്? 10 ലോക്സഭാ സീറ്റ്സ്. രാജ്യസഭാ സീറ്റ്സ് എത്ര എണ്ണമാണ്? 3 രാജ്യസഭാ സീറ്റ്സ് ആണ് ഹരിയാനയിലുള്ളത്. ഹരിയാനയിൽ 3 രാജ്യസഭാ സീറ്റ്സും അതേപോലെ എന്താണ് ലോക്സഭാ സീറ്റ്സ് 10 ആണുള്ളത്. ഹിമാചൽ പ്രദേശിൽ എത്ര ലോക്സഭാ സീറ്റ്സ് ആണുള്ളത്? 4 ലോക്സഭാ സീറ്റ്സ് ആണ് ഹിമാചൽ പ്രദേശിലുള്ളത്. രാജ്യസഭാ സീറ്റ്സ് 3 ആണ് രാജ്യസഭാ സീറ്റ്സ് ഉള്ളത്. ഇവിടെ ഹിമാചൽ പ്രദേശിൽ 3 രാജ്യസഭാ സീറ്റ്സ് ആണുള്ളത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ എത്രയാണ്? മധ്യപ്രദേശിൽ നമുക്ക് 29 ലോക്സഭാ സീറ്റ്സും അതേപോലെ രാജ്യസഭാ സീറ്റ് എത്രയാണ്? 5 എണ്ണമാണുള്ളത്. മധ്യപ്രദേശിൽ എത്രയാണ്? ലോക്സഭാ സീറ്റ്സ് 29ഉം രാജ്യസഭാ സീറ്റ് 5 എണ്ണമാണ് ഉള്ളത്. ഉത്തരാഖണ്ഡിൽ എത്ര ലോക്സഭാ സീറ്റ്സ് ഉള്ളത്? 5 ലോക്സഭാ സീറ്റ്സും അതേപോലെ 3 രാജ്യസഭാ സീറ്റ്സും ഉള്ളത്. 3 രാജ്യസഭാ സീറ്റ്സ് ഉള്ളത് ഇത് ഉത്തരാഖണ്ഡിൽ. ഓക്കെ, ഇനി ജാർഖണ്ഡ് വരാം. ജാർഖണ്ഡിൽ എത്ര ലോക്സഭാ സീറ്റ്സ് ഉള്ളത്? ലോക്സഭാ സീറ്റ്സ് 14 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. അതേപോലെ 14 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. അതേപോലെ രാജ്യസഭാ സീറ്റ്സ് എത്രയാ? 6 രാജ്യസഭാ സീറ്റ്സ് ഉണ്ട്. 6 രാജ്യസഭാ സീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ എത്ര ലോക്സഭാ സീറ്റ്സ് ഉള്ളത്? 11 ലോക്സഭാ സീറ്റ്സ് ആണ് ഛത്തീസ്ഗഡിലുള്ളത്. ഓക്കെ, 11 ലോക്സഭാ സീറ്റ്സ് ആണ് ഛത്തീസ്ഗഡിലുള്ളത്. 5 രാജ്യസഭാ സീറ്റ്സ് ആണ് ഛത്തീസ്ഗഡിലുള്ളത്. ഓക്കെ, 5 രാജ്യസഭാ സീറ്റ്സ്. ഇനി ബീഹാറിലേക്ക് വരാം. ഓക്കെ, ബീഹാറിൻ്റെ കേസ് നോക്കാം. ബീഹാറിൽ നമുക്ക് എത്ര ഉണ്ട് ലോക്സഭാ സീറ്റ്സ്? ബീഹാറിൽ നമുക്ക് 40 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. 40 ലോക്സഭാ സീറ്റ്സ്. അതേപോലെ തന്നെ രാജ്യസഭയിൽ എത്ര ഉണ്ട്? 16 രാജ്യസഭാ സീറ്റ്സ് ഉണ്ട്. 16 രാജ്യസഭാ സീറ്റ്സ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഉത്തർപ്രദേശിൽ എത്ര സീറ്റ്സ് ഉണ്ട്? ഉത്തർപ്രദേശിൽ നമുക്ക് ലോക്സഭ 80 സീറ്റ്സ് ഉണ്ട്. അതേപോലെ രാജ്യസഭ 31 സീറ്റ്സ് ഉണ്ട്. പിന്നെ അതേപോലെ മധ്യപ്രദേശിൽ എത്ര ലോക്സഭാ സീറ്റ്സ് ഉണ്ട്? 29 ലോക്സഭാ സീറ്റ്സ് ഉണ്ട്. അതേപോലെ 5 രാജ്യസഭാ സീറ്റ്സ് ഉണ്ട്. പിന്നെ അടുത്തതാണ് ഹരിയാനയിൽ എത്ര ലോക്സഭാ സീറ്റ്സ് ഉണ്ട്? 10 ലോക്സഭാ സീറ്റ്സും 3 രാജ്യസഭാ സീറ്റ്സും ഉണ്ട്. ഹിമാചൽ പ്രദേശിൽ 4 ലോക്സഭാ സീറ്റ്സും അതേപോലെ 3 രാജ്യസഭാ സീറ്റ്സും ഉണ്ട്. അതേപോലെ വേറെയാണ് ഉത്തരാഖണ്ഡിൽ എത്ര ഉണ്ട്? ഉത്തരാഖണ്ഡിൽ 5 ലോക്സഭാ സീറ്റ്സും അതേപോലെ 3 രാജ്യസഭാ സീറ്റ്സും ഉണ്ട്. ഇനി അടുത്തത് ഏതാ? ജാർഖണ്ഡിൽ എത്ര ഉണ്ട്? ജാർഖണ്ഡിൽ 14 ലോക്സഭാ സീറ്റ്സും അതേപോലെ രാജ്യസഭാ സീറ്റ്സ് 6 ഉള്ളത്. ജാർഖണ്ഡിൽ 6 രാജ്യസഭാ സീറ്റ്സ്. ഛത്തീസ്ഗഡ് നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ 11 ലോക്സഭാ സീറ്റ്സും അതേപോലെ 11 ലോക്സഭാ സീറ്റ്സും അതേപോലെ 5 രാജ്യസഭാ സീറ്റ്സും ഉണ്ട്. പിന്നെ ബീഹാറിൽ എത്ര ഉണ്ട്? ലോക്സഭാ സീറ്റ്സ് 40ഉം രാജ്യസഭാ സീറ്റ്സ് 16ഉമാണ്. ഈ സീറ്റ്സിൻ്റെ എണ്ണം ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്സിനെ പറ്റി നോക്കാം. ഓപ്ഷനിലുള്ളത് സ്റ്റേറ്റാണ് മധ്യപ്രദേശിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. മധ്യപ്രദേശിൻ്റെ പ്രത്യേകത എന്താ? സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. ബോർഡർ ചെയ്യുന്നത് ഏതാ? യു പി, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, അതേപോലെ ഗുജറാത്ത് എന്നിവയാണ്. യു പി, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, അതേപോലെ ഗുജറാത്താണ് ഫസ്റ്റ് ലാർജസ്റ്റ്. രാജസ്ഥാനാണ് ഫസ്റ്റ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഉള്ളത്.
ഫസ്റ്റ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനിലാണ് താർ ഡെസേർട്ട് ഉള്ളത്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ ആരവല്ലി ഹിൽസസും ഒക്കെ ഉള്ളത് രാജസ്ഥാനിലാണ്. അതേപോലെ ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കോസ്റ്റൽ ഏരിയ ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്താണ്. ലോങ്ങസ്റ്റ് കോസ്റ്റൽ ഏരിയ. എത്രയാണ് കോസ്റ്റലിൻ്റെ ലെങ്ത് എന്നുള്ളത് കമൻറ്റിൽ കമൻറ്റ് എന്നാണ്. ഓക്കെ, കമൻറ്റിൽ ഇടുക. അടുത്തത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈനുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് സെക്കൻഡ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇത്. പിന്നെ ഇനി ഇതിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ പറ്റിയിട്ടാണ്. ഇതിൽ നമ്മൾ മധ്യപ്രദേശും അതേപോലെ യു.പിയും ഛത്തീസ്ഗഡും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അല്ലാത്ത സ്റ്റേറ്റുകളുടെ പറ്റിയിട്ടുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അല്ലാത്ത സ്റ്റേറ്റ്സസ്. ഓക്കെ, അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാം. മഹാരാഷ്ട്രയ്ക്ക് എത്ര ലോക്സഭാ സീറ്റ്സസ് ഉണ്ട്? 48 ലോക്സഭാ സീറ്റ്സസ് ഉണ്ട് മഹാരാഷ്ട്രയ്ക്ക്. 48 ലോക്സഭാ സീറ്റ്സസും രാജ്യസഭാ സീറ്റ്സസ് എത്രയുള്ളത്? 19 രാജ്യസഭാ സീറ്റ്സസുമാണ്. 19 രാജ്യസഭാ സീറ്റ്സസ്. ഇനി രാജസ്ഥാനിലേക്ക് വരുമ്പോൾ എത്ര ലോക്സഭാ സീറ്റ്സസ് ഉണ്ട്? 25 ലോക്സഭാ സീറ്റ്സസും അതേപോലെ 10 രാജ്യസഭാ സീറ്റ്സസുമാണ് രാജസ്ഥാനുള്ളത്. 10 രാജ്യസഭാ സീറ്റ്സസാണ് രാജസ്ഥാനുള്ളത്. ഗുജറാത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൻ്റെ കേസസിൽ എത്ര സീറ്റ്സസ് ആണ്? 26 സീറ്റ്സസ് ആണ് ലോക്സഭ. ഗുജറാത്തിൽ 26 സീറ്റ്സസ് ആണ് ലോക്സഭ. അതേപോലെ രാജ്യസഭ 11 സീറ്റ്സസ് ആണ്. 11 സീറ്റ്സസ് ആണ് രാജ്യസഭ ഉള്ളത്. 11 സീറ്റ്സസ് ആണ് രാജ്യസഭ. ഒന്നുകൂടി നോക്കാം. ഇതിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണ്? സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ ബോർഡേഴ്സ് ഏതൊക്കെ? യു.പി, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവയാണ്. ഇതിൽ മഹാരാഷ്ട്രയുടെ സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 48 ആണ് ലോക്സഭ. രാജ്യസഭ 19. രാജസ്ഥാനിലെ ലോക്സഭ 25. അതേപോലെ 10 ആണ് രാജ്യസഭ ഉള്ളത്. ഗുജറാത്തിൻ്റെ കേസിൽ ലോക്സഭ 26, രാജ്യസഭ 11 എന്നിവയാണ്. ഓക്കെ, ഇനി അടുത്ത തെലങ്കാന സ്റ്റേറ്റ്സിനെ പറ്റിയാണ്. തെലങ്കാന സ്റ്റേറ്റ്സിൽ എത്ര ലോക്സഭാ സീറ്റ്സസ് ഉണ്ട്? 17 ലോക്സഭാ സീറ്റ്സസ് ആണ് തെലങ്കാനയ്ക്കുള്ളത്. രാജ്യസഭാ സീറ്റ്സസ് 7 രാജ്യസഭാ സീറ്റ്സസ് ഉള്ളത്. ഇനി അടുത്തത് ബോർഡർ സ്റ്റേറ്റ്സസ് നോക്കാം. മഹാരാഷ്ട്ര ഓൾറെഡി വി ഡിസ്കസ്ഡ്. അതേപോലെ ഛത്തീസ്ഗഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അപ്പോൾ അത് ഇനി പറയേണ്ട കാര്യമില്ല. ഓക്കെ, ഒഡീഷൻ്റെ കേസസിൽ ഒഡീഷയിൽ എത്ര ലോക്സഭാ സീറ്റ്സസ് ഉള്ളത്? ഒഡീഷയിൽ 21 ലോക്സഭാ സീറ്റ്സസ് ഉണ്ട്. രാജ്യസഭാ സീറ്റ്സസ് 10. രാജ്യസഭാ സീറ്റ്സസ് 10 ആണുള്ളത്. കർണാടകയിൽ എത്ര ലോക്സഭാ സീറ്റ്സസ് ഉള്ളത്? കർണാടകയിൽ ലോക്സഭാ സീറ്റ്സസ് 27 ലോക്സഭാ സീറ്റ്സസും ഉണ്ട്. അതേപോലെ 12 രാജ്യസഭാ സീറ്റ്സസും ഉണ്ട്. ആന്ധ്രാപ്രദേശിൽ നോക്കുമ്പോൾ 11 രാജ്യസഭാ സീറ്റ്സസും ഉണ്ട്. 24 ലോക്സഭാ സീറ്റ്സസും ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. തെലങ്കാനയുടെ ബോർഡർ സ്റ്റേറ്റ്സസ് ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസീസസ് എത്രയാണ് എന്നുള്ളത് നോക്കുക. ഏതാണ്? തെലങ്കാനയിൽ 17 ലോക്സഭാ സീറ്റ്സസും അതേപോലെ 7 രാജ്യസഭാ സീറ്റ്സസും ഉണ്ട്. അതേപോലെ ഒഡീഷയിൽ എത്രയാണ്? 21 ലോക്സഭയും അതേപോലെ രാജ്യസഭ 10. കർണാടകയിൽ 27 ലോക്സഭയും രാജ്യസഭ 12. ആന്ധ്രാപ്രദേശിൽ എത്രയാണ്? ആന്ധ്രാപ്രദേശിൽ 11 രാജ്യസഭയും 24 ലോക്സഭയാണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വീണ്ടും കാണുക, അപ്പോൾ കുറേയും കൂടി തറവായി വരും. ഓക്കെ, അടുത്ത് നമ്മൾ വെസ്റ്റ് ബംഗാളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ എത്ര ലോക്സഭാ സീറ്റ്സസ് ഉണ്ട്?
42 ലോക്സഭാ സീറ്റ്സസ് ഉണ്ട് വെസ്റ്റ് ബംഗാളിൽ. രാജ്യസഭാ സീറ്റ്സസ് എത്ര ഉണ്ട്? 16 രാജ്യസഭാ സീറ്റ്സസ് ഉണ്ട്. 16 രാജ്യസഭാ സീറ്റ്സസ് ഉണ്ട്. ഇതിൻ്റെ ബോർഡർ സ്റ്റേറ്റ്സസ് നോക്കുകയാണെങ്കിൽ ആസാം ഒരു ബോർഡർ സ്റ്റേറ്റാണ്. ഓക്കെ, ആസാം ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്. സിക്കിം ഒരു ബോർഡർ സ്റ്റേറ്റ് ആണ്. പിന്നെ 2 കൺട്രീസസ് ഉണ്ട്. ബംഗ്ലാദേശും ഭൂട്ടാനും ഇതിൻ്റെ കൺട്രി ആയിട്ട് വരും, ബോർഡർ കൺട്രി ആയിട്ട് തന്നെ. പിന്നെ ഒഡീഷ ഉണ്ട്, ജാർഖണ്ഡും ഉണ്ട്. ജാർഖണ്ഡ് ഒഡീഷ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓക്കെ, ഇനി ആസാമിൽ എത്ര ലോക്സഭാ സീറ്റ്സസ് ഉണ്ട്? ആസാമിൽ 14 ലോക്സഭാ സീറ്റ്സസും രാജസ്ഥാനിൽ 7 രാജ്യസഭാ സീറ്റ്സസാണ് ഉള്ളത്. 7 രാജ്യസഭാ സീറ്റ്സസ് ആണ്. അതേപോലെ ലോക്സഭാ സീറ്റ്സസ് 1 ഇവിടെ ഉള്ളത്, സിക്കിമിലുള്ളത്. രാജ്യസഭാ സീറ്റും 1 സിക്കിമിലുള്ളത്. ഓക്കെ, സിക്കിം. ഇനി ഇതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്.